നടക്കുന്നതെന്നാണ്. 16 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് വിവാഹവാല ആലോചന തുടങ്ങിയാണ്. എന്തിനെ? നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കാൻ നിങ്ങളെന്താ പിമ്പാണോ? മാമാപ്പണിയാണോ നടത്തുന്നത്? ആ കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ആരും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അമ്മയും അച്ഛനെ അവിടെ കൊണ്ടുവന്ന് വിട്ടാൽ അതുങ്ങളെ പഠിപ്പിച്ച് അതുങ്ങളെ ഒരു വഴിക്കാക്കിയിട്ട് നിങ്ങളൊരു എമൗണ്ട് ചോദിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ എന്തിനു ദ്രോഹിക്കണം? മനുഷ്യന് ആത്യന്തികമായിട്ട് വേണ്ടത് ആഹാരമല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? മൗലികമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട സ്ഥാപനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പ്രതികൂട്ടി നിർത്തുന്നത് നിങ്ങൾ എന്തിനാണ്? ഹായ്, വാസ്തവത്തിൽ എങ്ങനെ ഇത് പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ ചില സമയത്ത് ഭയങ്കര ഇമോഷണലായി പോകും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ട് ശീലമില്ല. ഇത്രയധികം ക്രൂവൽറ്റി ഒന്നും ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു കുട്ടികൾ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര മനപ്രയാസമുണ്ട്. ഇത് ഓവർകം ചെയ്യുക എന്നുള്ളതും ഒരു വലിയ ടാസ്ക്കാണ്. എല്ലാവരും വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര ബോൾഡാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓക്കെ ഒന്നല്ല, നമ്മളും മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉദയഗിരിജ വിഷയം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് അവരെ ഇങ്ങനെ പിന്തുടരുന്നത്? പിന്നെ കുറേ കമൻസിൽ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് വന്ന് ചേരുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലാഭവുമില്ല സ്ത്രീയെ എതിർക്കുന്നത് കൊണ്ടോ ആ സ്ഥാപനത്തിനെ എതിർക്കുന്നത് കൊണ്ടോ. നഷ്ടങ്ങളെ വരുള്ളൂ, കേസുകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ജീവൻ അപായപ്പെടുത്താം. അതൊരു വലിയ വിങ്ങാണ്. അത് തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിങ് തന്നെയാണ്. കാരണം അവരാരും സമ്പാദിച്ച പൈസ കൊണ്ടിരിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഈസി ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും. ഈ ഒരു ഇടിക്ക് 25 രൂപയെന്നോ ഒരു വെട്ടിന് ഇത്ര രൂപയെന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഗുണ്ടാ ടീമുകൾ അവൈലബിൾ ആണ്. ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത ഒരു ഇതിൽ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. മിക്ക യൂട്യൂബേഴ്സും ഇത് ഇഗ്നോർ ചെയ്യുകയും ഇത് കൃത്യമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണവും ജീവഭയം തന്നെയാണ്. എല്ലാവരും ഇത് ചെയ്യില്ല. റീസൺ അത് തന്നെയാണ്. അവരെത്രത്തോളം ക്രൂവലാണെന്ന് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ചകിതയായി ഇരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്താകുമെന്നുള്ളത്. ഇതിനു മുമ്പ് അടൂരുള്ള ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടപ്പോഴും അപമാനിതയാവുകയാണ് ചെയ്തത്. 18 കുട്ടികൾക്ക് വേണ്ടി നിലനിന്നപ്പോൾ ഇപ്പോൾ ഭയമാണ്. കാരണം കുട്ടികൾ പിന്നോട്ട് പിടിച്ചു. അവർക്ക് സാധനം കിട്ടിയാൽ മതി, അവരുടെ മൊബൈലും പൈസയും കിട്ടിയാൽ മതി, മറ്റ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു നമ്മുടെ വിഷയമല്ല എന്ന് ലാസ്റ്റ് പറയുന്ന സ്റ്റേജിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിയിരുന്നു. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. കേസ് വന്നു, ആ കേസ് വാദിക്കേണ്ടി വന്നു, അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ ഒരു അവസ്ഥ ഇതിനകത്തും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. കൂടുതൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരും ആകുന്നുണ്ടാവും, എന്താണ് ഇവരിത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. അധികാരികളിലേക്ക് എത്തിക്കുക എന്നതിനപ്പുറം നേരിട്ടൊരു കേസുമായിട്ട് പോകുന്നതിനോട് എനിക്ക് എൻ്റേതായ ഫിസിക്കൽ ഇഷ്യൂസ് എനിക്കുണ്ട്. 2, അറിയാമല്ലോ, എവിടെ സഞ്ചരിക്കണമെങ്കിൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്ക് വേറെ സപ്പോർട്ടുമില്ല. ഇവരെയൊന്നും പോലെ ഒരു വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇതിനോടനുബന്ധിച്ചിട്ട് CWC യിലുള്ളവരെ കുറച്ച് പേരെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ വളരെ നെഗ്ലക്റ്റ് ചെയ്താണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വിട്ട് സെൻട്രലിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ രമ മാഡത്തിനെ കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പകരം അവരിത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കേസുമായി മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു കക്ഷി ഇല്ലാണ്ട് നമുക്ക് കേസ് കൊടുക്കാനൊക്കത്തില്ലല്ലോ. അപ്പം എൻ്റെ ഭാഗം ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് ഞാൻ കക്ഷി ചേരുമ്പോൾ ഞാൻ മാത്രം ബാക്കിയാവുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തുനിന്ന് ഈ കേസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ വാദിയാവാനുള്ള ഒരു മടി എനിക്കുണ്ട്. അത് ഞാൻ തുറന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സമ്പാദിക്കുന്ന പൈസയുടെ നല്ലൊരു ശതമാനം പോകുന്നത് ഇതുപോലുള്ള യാത്രകൾക്കും ഇതേപോലുള്ള കാര്യങ്ങൾക്കുമാണ്. വക്കീൽ എക്സ്പെൻസിനൊക്കെയാണ്, ഫ്രീ ഒന്നും അല്ലല്ലോ ആരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എനിക്ക് സപ്പോർട്ടീവ് ആകാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മൗനമായി ഇരിക്കുന്നു എന്നതിനപ്പുറം ഞാൻ പിന്തുടരുക തന്നെ ചെയ്യും. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അധികാരികളിൽ എത്തിക്കേണ്ടവർക്ക് എത്തിക്കുകയും ഈ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുകയും ഈ കുഞ്ഞുങ്ങൾക്ക് മൊഴി കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് 2 വിഷയങ്ങളാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു വീഡിയോ മാത്രമാണ് ഇത്. രണ്ടാമത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടും. കാരണം ഈ വിഷയത്തിൽ ആ വിഷയം മുങ്ങിപ്പോകരുതെന്നുള്ളത് കൊണ്ടാണ് അത് സെപ്പറേറ്റ് ചെയ്തിടുന്നത്. അതവിടെ ഉള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മ തന്ന പരാതി, അതിനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെടുക്കുന്നത്. ഇത് അവിടെയുള്ളൊരു കുഞ്ഞ്, അന്തേവാസിയായിരുന്ന ഒരു കുഞ്ഞ് +2 കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് വന്ന് ഇപ്പോഴും പഠിക്കുകയാണ് അവൾ. അപ്പോൾ അവിടെ അവൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ആ കാര്യമാണ് ഞാനിവിടെ ഇതിനകത്ത് ചേർത്ത് വയ്ക്കുന്നത്. നിങ്ങളത് കേട്ട് നോക്കുക. അപ്പം ഭീകരമായ സത്യങ്ങൾ അതിനകത്തുണ്ട്. ഫുഡ് അവർ കറക്റ്റ് കൊടുക്കത്തില്ല, ഫുഡ് കിട്ടാറില്ല. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. തലപ്രാന്തെടുക്കും. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളാണ് ഈ ആഹാരം, വസ്ത്രം എന്നൊക്കെ. അത് പിടിച്ചു വെച്ചിട്ട്, എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങൾക്ക് എന്ത് മനസ്സാക്ഷിയാണ്? മനുഷ്യ സ്ത്രീയാണോടി നീ? നിന്നെ ഉണ്ടല്ലോ, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന പെണ്ണുങ്ങൾ പിടിച്ച്
നിന്റെ സാധനത്തിൽ തിരുപ്പൂലം മുളക് പൊടി കലക്കി ഒഴിക്കണം. ശിക്ഷാ നടപടിയാണ് ഗൈസ്. ജയിലുകളിൽ പോലും, അതായത് നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ജയിലുകളിൽ പോലും നടക്കാത്ത ഭീകരമായ ഒരു നയം നടപ്പാക്കലാണ് ഈ സ്ത്രീ നടത്തുന്നത്. അവിടെ അമ്മയും മകളുമായി അമ്പിളി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവരുടെ മക്കളും അവിടെ പെട്ടിട്ടുണ്ട്. അതിൽ ആ അമ്പിളിയുടെ മകൾക്കും അമ്പിളിക്കും ഒരേ അനുഭവമാണ്. ചെറിയ മിസ്റ്റേക്കുകൾ കാണിച്ചാൽ അമ്പിളിക്ക് അടി കിട്ടിയതും അമ്പിളിയുടെ മർമ്മത്തേക്ക് ഈ മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തതും എന്തിനെന്നറിയോ? അവർ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വിഷാദ രോഗമുണ്ട് അവർക്ക്. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരുന്നിടത്ത് ആരെങ്കിലും വരികയോ സംസാരിക്കുകയോ ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു പോകുമോ എന്നുള്ള ഭയത്തിൽ അവിടെ നോക്കിക്കൊണ്ടിരുന്നു എന്നൊരു കാരണം പറഞ്ഞാണ് അവരെ പിടിച്ച് അവരുടെ മർമ്മത്തേക്ക് ഇതിട്ട് കൊടുത്തതെന്ന് പറയുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞാലേ, ഞാൻ കണ്ടതുമല്ല. പക്ഷേ കണ്ടവർ, വിറ്റ്നസ് ആയവർ വന്ന് പറയുന്നുണ്ട്. ആകെ മൊത്തം 8 പേരാണ് എനിക്ക് വോയിസ് തന്നിട്ടുള്ളത്. ഇവർ ഓരോരുത്തരുടെയും വോയിസ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മുഖം തന്ന കുട്ടി, അതായത് എന്നോട് ഈ കാര്യം പറഞ്ഞ കുട്ടി, സത്യം പറയാം, അവളെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവളെ നമ്പറും ഡീറ്റെയിലും മാത്രമേ ഞാൻ വെച്ചുള്ളൂ. കാരണം ഞാനും വല്ലാത്തൊരു മന്ദതയിലാണ് ഇതെന്തായി കേൾക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫിലേക്ക് കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗിരിജ ആൻറ്റി. അവളുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നു, അവളുടെ ബന്ധുക്കളെ വിളിക്കുന്നു, ത്രെറ്റ് ചെയ്യുന്നു. പ്ലീസ് ഡു സപ്പോർട്ട് ഹർ. ഞാൻ അവളുടെ ചാനൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവളുടെ വീഡിയോ ഇട്ടെടുത്ത് തന്നെ. നിങ്ങൾക്ക് അതിൽ കൂടെ കാണാം അവളെ. സത്യം തുറന്നു പറയുന്നവർക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തിയാൽ എങ്ങനെയാണ് സത്യം പുറത്തു വരിക? നിങ്ങൾ കമൻറ്റ്സ് ഇടരുതെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് മനോഘടനയാണ്. ഇപ്പോൾ എനിക്കും ആദ്യം ഈ ഗിരിജയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. കാരണം എൻ്റെ കണ്ണിൽ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു, മകൻ കെട്ടിയിരിക്കുന്നത് അനാഥ കുട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പം ശരിയാണ്, അവർ വളരെ നല്ല സ്ത്രീ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഫേസ് സൈക്കോളജി നോക്കുമ്പോൾ കുറച്ച് ഫ്രോഡ് ലുക്ക് ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ ഓരോരുത്തരുടെ വേ ഓഫ് ഇതായിരിക്കാം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരുത്തില്ലേ, അതുപോലെ നിങ്ങളും തിരുത്തും. പലരും ചോദിക്കുന്ന ചോദ്യം, കുട്ടികളെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓ പ്ലീസ് ഗ്രോ അപ്പ് മാൻ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ ഒരിടത്ത് കെട്ടിച്ചു കൊടുക്കുകയാണ്. അവൻ ചിലവിന് കൊടുക്കുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, രാത്രിയാകുമ്പോൾ അവൾക്ക് സെക്ഷൽ നീഡ് തീർത്ത് കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഓണർഷിപ്പ് ഉണ്ട്. പക്ഷേ നിരന്തരം കഞ്ചാവ് അടിച്ചിട്ട് വന്ന് അവളെ അടിക്കുകയും അവളെ മർമ്മസ്ഥാനത്ത് മുളക് പൊടികളൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവളെ എത്ര നേരം അവിടെ നിർത്തും? ആ കുട്ടികൾ അനാഥരല്ല, അവർക്ക് പേരൻസ് ഉണ്ട്. പക്ഷേ അവർക്ക് ചിലവിന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. പേരൻസ് ഇല്ലാത്തവരാണെങ്കിലാണ് ഗവൺമെൻറ് കൂടുതൽ അധികാരമെടുക്കുക. അവിടെയാണ് അവൾ ജയിച്ച് നിൽക്കുന്നത്. അവിടെ പേരൻസ്, അവിടെ അധികാരികളുള്ള പേരൻസ് ഉള്ള കുട്ടികളെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ പൂർണ്ണാധികാരം ഗവൺമെൻറ്റിൽ പോവില്ല. കാരണം ആ പേരൻസാണ് പിന്നെ അതിൻ്റെ കെയർടേക്കർ. അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടാണ് ഈ കുട്ടികളുടെ നേരെ അവരുടെ സൈക്കോസിസം കാണിക്കുന്നത്. ഷീസ് എ സൈക്കോ, പക്കാ സൈക്കോണ സ്ത്രീ. ആഹാരം ഉണ്ടെങ്കിൽ പോലും കൊടുക്കില്ല അത്രേ. എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വോയിസ് കേട്ടിട്ട് വരൂ. അനാമികയില്ലേ അവള് അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുവായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ അവളാണെങ്കി രാത്രി ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി കാരണം 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടും അവിടത്തെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ എന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി ആ ചേട്ടന്റെ റൂമിൽ പോവായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ചു മേഡം എങ്ങാണ്ട് കണ്ട്. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ഈ വൃത്തികെട്ടവളെയാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയോ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി. കുറെ മോശമായിട്ട് പറയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ. എന്താ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് അതിലെ പ്രതി അവള്. അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചെടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പറയുമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവിടുത്തെ മേഡം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവളങ്ങനെയാ, ഇവള് പിച്ചക്കാരിയാ, ഇവളുടെ അച്ഛൻ ഇവളെ വേണ്ടെന്ന് പറഞ്ഞെന്ന്. അച്ഛനാണെങ്കിൽ എന്നിട്ട് മേഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചത്, അത്രയ്ക്കും പിച്ചക്കാരനാ, ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നേ. അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവളെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ അവളെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേഷ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേഷ്യത്തിൽ അവളും ഉണ്ണിയേട്ടനും കൂടെ ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. ഇറങ്ങിപ്പോയി അവിടുന്ന്, ഇറങ്ങിപ്പോയി. സ്വർണ്ണം അതൊക്കെ എടുത്തിട്ടാ പോയി. എന്നിട്ട് പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ
മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ തിരിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ, ആ, ഇപ്പം വരില്ലെങ്കിൽ ആ നാളെ വരാം. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധമെന്ന് ചുരുക്കം അല്ലേ? ആ ഇല്ലായിരുന്നു. അത് ഉം. ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്. ഉം, ഉം, ഉം. കുട്ടി പുറത്തെങ്ങനെ വന്നു? അത് അവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞാൽ അനാഥരാന്നൊന്നും അല്ല ആന്റി, അവിടെ അമ്മമാരുള്ള പിള്ളേരും ഉണ്ട്. ഉം, വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും, അങ്ങനെ ആകെ ചുരുക്കം പേര് മാത്രമേ, അവർ അനാഥരൊന്നും അല്ല സത്യം പറഞ്ഞാ. ഉം, പിന്നെ ഉം. ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന പിള്ളേരും ഉണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് അമ്മമാര് വന്ന് കൊണ്ടുപോകും, കാണാൻ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് +2 കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത്, എന്റെ അമ്മ എന്നെ റിലീസ് ആക്കിക്കൊണ്ട് ഉം. അങ്ങനെ വന്നു. ഒരു വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ലാത്ത, അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും. ഗസ്റ്റ് വരുമ്പോഴും പറയാം അനാഥരാണ് അങ്ങനെ, പക്ഷെ അനാഥരല്ല, അമ്മമാരെല്ലാരും ഉള്ളവരൊക്കെയാ ശരിക്കും. ഉം. പിന്നെ ഇങ്ങനെ ഗസ്റ്റ് അവരടുത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തിരിച്ച് കുട്ടികളെല്ലാം സേവ് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഇത് അവിടുത്തെ പിള്ളേരൊക്കെ പറയും ആന്റി, അവിടെ ഭയങ്കര കഷ്ടതയാ, എടി നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി ഇത് എല്ലാരും അറിയിക്കണം എന്നും പറയും. അവിടെ ഭയങ്കര ജോലി ഇതൊക്കെയാ ആന്റി, ഭയങ്കര കഷ്ടമാണ്. ആരുടെ ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് മുള വരച്ച് തേക്കുന്ന് പറയുന്നതിൽ എന്തെങ്കിലും ആ വാസ്തവമുണ്ടോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി. ഒരു കൊച്ചിന്റെ മയൂരിയോ അങ്ങനെ കണ്ടു പേര്. എല്ലാം അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട്, ഒരാളെന്നല്ല. ആ ഇതാണ് ആ അവരുടെ കൊച്ചിന് പണിഷ്മെന്റ് വയ്യാത്ത രീതി. എങ്ങാണ്ട, വയ്യാത്ത കൊച്ചാ. അമ്പിളി എന്ന് പറയുന്ന ഒരു ആന്റിയുടെ കാര്യം പറയുന്നില്ലേ, ഉം. എന്റെ മോളാ അത്, മയൂരി. മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ, ഉം. അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ. ഉം. ഇവ എന്തുവാ ഈ കേൾക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ആരും ഇത് എതിർക്കുന്നില്ലയോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി, ഞാൻ +1 അവിടെ പോയെ, +1 +2 2 വർഷം പഠിച്ചു ഞാൻ ഇറങ്ങി. അതിന് മുമ്പ് പുറത്ത് വന്ന ഞാൻ അവിടെ ശേഷം നടന്നു. കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ മോളെ? ആന്റി ഞങ്ങൾ ഇതുപോലെ CWC പറഞ്ഞിട്ട് ചെയർമാൻ ഇതിനകത്ത് ഒരു ആക്ഷൻ എടുത്തില്ല. ചെയർമാൻ എന്നിട്ട് എന്റെ അമ്മേനെ എന്നെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല, നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ടല്ലേ നിർത്തി പഠിക്കുന്നത്, അവിടുത്തെ മേഡം ഇവരുടെ കാര്യം നോക്കി ഇവർ ഇത്രയും വളർത്തുന്നത്, ആരാ ഈ നിങ്ങൾക്ക് CWC ചെയർമാൻ? ചെയർമാൻ രാജീവ് സാർ. രാജീവോ? എന്നിട്ട് എന്റെ അമ്മേനൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങളൊരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ നിങ്ങളെ മോളെ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരമില്ല, എന്നാ പിന്നെ എന്റെ അമ്മേനെ അയാളുടെ ഒത്തിരി വഴക്ക് പറഞ്ഞു. സുനായ്ക്കകത്ത് മുളക് പൊടി ഒഴിച്ച് തേക്കാൻ പറ. ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് കൊടുക്കാം, അയാൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അയാളുടെ സാമാനത്തിൽ കുറച്ച് മുളക് പൊടി കലക്കി ഒഴിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ഇതാ ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത്, എന്റെ അമ്മേനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഈ ഇടയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഫണ്ടൊന്നും നൽകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരമില്ലെന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു, ഭയങ്കര ശബ്ദത്തിലാണ് വഴക്ക് പറഞ്ഞു. ഓ, ഒന്നും പറയാനില്ല എന്റെ പൊന്നു കുട്ടി, ഇതൊക്കെ അതുകൊണ്ടൊന്നും കേൾക്കുമ്പോ പറയാൻ പറ്റില്ല ആന്റി. അടുത്ത പിള്ളേരൊക്കെ കരയും ചില സമയത്ത്, എന്നിട്ട് പറയും എങ്ങനെങ്കിലും ഇതൊക്കെ വെളിയിൽ അറിയിച്ചു, എങ്ങനെങ്കിലും ഇവിടെ ഞങ്ങൾ ഇറക്കണം കൂടിയാണ് എല്ലാരും പറയും. ഈ ആന്റി ചെയർമാൻ ഒരു ഞാനാ മൊട്ടയല്ലേ, പറഞ്ഞെന്ന് തല പറയണ്ട. മൊട്ടയടിച്ച ഒരാളല്ലേ? ആ അയാൾ ആന്റി സസ്പെൻഡഡ് ഇതൊന്നും ആയിട്ടുണ്ട് എന്റെ പേര് പത്തനംതിട്ട. പറയണ്ട, എന്റെ അല്ല, പേര് അറിയണ്ട, പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആന്റിനെ വിശ്വാസം അതുകൊണ്ടെല്ലാം പറഞ്ഞു. കൊള്ളാം എന്തായാലും. ശരി മോളെ. പിന്നെ എന്താ ആന്റി, 10 രൂപയുടെ സോപ്പാട്ടോ അവിടെ കൊടുക്കുന്നേ, 10 രൂപയുടെ സോപ്പ്. അതും നടുക്കുന്ന മുറിച്ച് 2 പേർക്ക് വെച്ച്, അങ്ങനെ ആ ചെറിയ സോപ്പ്, അത് 15 ദിവസം ഉപയോഗിക്കണം, 2 പേര് മുറിച്ച് ഉപയോഗിക്കണം. ഭയങ്കര ദാരിദ്ര്യമില്ല ആന്റി അവർക്ക്. അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല ആന്റി. അതിൽ 1 രൂപയുടെ ഷാമ്പു 2 പേര് അത് പാതി പാതി എടുക്കണം. എങ്ങനെയാ ആന്റി അതൊക്കെ അങ്ങനെ ചെയ്യുന്നത്? അതും പോട്ടെ, ഫുഡിന്റെ കാര്യമാണ്, ഫുഡാണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ല ആന്റി. അത്രയും പൈസ കിട്ടണമെങ്കിൽ അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, പിള്ളേരുടെ ഒരു കാര്യം നോക്കത്തില്ല. അത് പറഞ്ഞത് ശരിയാ. ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോ പിള്ളേരുടെ അടുത്ത് അവിടെയൊക്കെ ഫുള്ള് നീറ്റാക്കും. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരാണെങ്കിൽ വന്ന് ഇങ്ങനെ നോക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്. ഗസ്റ്റ് വന്നാൽ തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നോക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാരൊക്കെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥ കേട്ട്. ടീച്ചർമാർ തന്നെ എങ്ങനെയെങ്കിലും പഠിക്കാനല്ലേ, കാര്യമില്ല പറഞ്ഞു. ഒന്നും പറയാനില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയുന്നതാണ്. ഞാനൊരു സ്ട്രൈക്ക് ഒന്നും തരത്തില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഇത് സ്പ്രെഡ് ചെയ്യൂ. അധികാരികൾ സ്വമേധയാ കേസെടുക്കുന്നിടത്ത് ഞങ്ങൾക്ക് ചിലവ് കുറഞ്ഞിരിക്കും. ഇതിൽ നിന്ന് പിന്മാറുമെന്നല്ല പറയുന്നത്. ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല, അതുകൊണ്ട് പറയുന്നതാണ്, വളരെ ഓപ്പണായി പറയുന്നതാണ്. അല്ലെങ്കിൽ ഇതുമായിട്ട് മുൻപോട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നമ്മളാൽ കഴിയുന്നത് ഒരു വാക്കാണ്. ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണാത്ത 10 പേരുണ്ടെങ്കിൽ അവർക്കിലേക്ക് ഇത് എത്തിച്ചേർന്നാൽ, ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്താൽ ഈ സ്ഥാപനം അവിടെ നടക്കാൻ പാടില്ല. അതിന് മറ്റൊരു അധികാരി ഉണ്ടാകണം. ഈ സ്ത്രീയുടെ കയ്യിൽ ആ സ്ഥാപനം കൊടുക്കാൻ പാടില്ല. വളരെ വലിയ നീതി നിഷേധമാണ് അവിടെ നടക്കുന്നത്. ആ മക്കൾ കരഞ്ഞ് നിലവിളിച്ച് പഠിത്തം തീരുന്നവരെ സഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ടീച്ചറോട് പറഞ്ഞപ്പോൾ പോലും അവരതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. സ്കൂൾ തലങ്ങളിൽ കുട്ടി കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇത് അന്വേഷണ വിധേയമാക്കണം കർശനമായി. ആരൊക്കെ ആ കുട്ടികളുടെ വിഷമം കേട്ടിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ ഈക്വലി കുറ്റവാളികളാണ്, ക്രിമിനലുകളാണ്. പോയി അവിടുന്ന് പുറത്തിറങ്ങിയ കുട്ടികൾ അവിടുത്തെ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് CWC പോയി പറയുമ്പോൾ അവർ മൈൻഡ് ചെയ്യണില്ല. ഈ പറഞ്ഞ ആളിനെ ഇപ്പം അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്മിസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അധികാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ആ പൊസിഷനിൽ ഇരിക്കരുതേ. ഇങ്ങനെ കുറെ വാഴകൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ അനീതി നടക്കുന്നതെന്നാണ്. 16 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് വിവാഹമല്ല ആലോചന തുടങ്ങിയാണ്. എന്തിനെ? നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കാൻ നിങ്ങളെന്താ പിമ്പാണോ?
മാമാപ്പണിയാണോ നടത്തുന്നത്? ആ കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ആരും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അമ്മയും അച്ഛനെ അവിടെ കൊണ്ടുവന്ന് വിട്ടാൽ അതുങ്ങളെ പഠിപ്പിച്ച് അതുങ്ങളെ ഒരു വഴിക്കാക്കിയിട്ട് നിങ്ങളൊരു എമൗണ്ട് ചോദിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ എന്തിനു ദ്രോഹിക്കണം? മനുഷ്യന് ആത്യന്തികമായിട്ട് വേണ്ടത് ആഹാരമല്ലേ, അത് നിങ്ങൾ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? മൗലികമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട സ്ഥാപനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പ്രതികൂട്ടി നിർത്തുന്നത് നിങ്ങൾ എന്തിനാണ്? പലരുടെയും കമന്റ് കാണുന്നുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ നോക്കാം, തയ്യാറാണെന്നേ. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ കുട്ടികളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കൂ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കൂടെ? എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ ഇത് സന്നദ്ധ പ്രവർത്തകരുണ്ട്. നിങ്ങളാരും ഇത് കാണുന്നില്ലേ? ഇത് ഈ നിരന്തരം നമ്മളൊക്കെ പേഷ്യൻ്റാണ്, നമുക്കൊക്കെ ഇല്ലാത്ത വിഷമങ്ങളും വയ്യായ്മകളും വരും, മനസ്സിലാക്കിക്കൊള്ളുക. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, വല്ലാത്തൊരു മെൻ്റൽ ഡിസ്ട്രാക്ഷനിലാണ് ഞങ്ങളൊക്കെ കടന്നു പോകുന്നത്. രമ്യ മേഡമൊക്കെ ഇത് കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇതെന്താ ഈ കേൾക്കുന്നതെന്നുള്ളതാണ്. ഒരിടത്ത് നടക്കുന്ന വൾഗാരിറ്റിയാണ്. ആ കുട്ടി പുറത്തേക്ക് പോയി, ആ കുട്ടി ചാവിയും കൊണ്ട് പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഗേറ്റ് തുറക്കാനുള്ള ഒരു പെർമിഷൻ ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? 16 വയസ്സുള്ള കുഞ്ഞിന് എന്തിന് അങ്ങനെ ഒരു ബോധം വന്നു? ഇവന്റെ കൂടെ വീട്ടിലേക്ക് മറ്റൊരു പെണ്ണ് വന്ന് കയറുമ്പോൾ അമ്മ അറിഞ്ഞില്ലേ? എന്നിട്ടും അവിടെ വഴക്കും ബഹളവും ഒക്കെ നടന്ന് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. പയ്യനും പെണ്ണും കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുത്തിട്ട് ആണ് ഈ വിവാഹം നടക്കുന്നത്. ഈ വയസ്സ് പോലീസുകാർ നോട്ടിഫൈ ചെയ്തില്ലേ? അടൂർ പോലീസ് സ്റ്റേഷൻ കെടുകാര്യസ്ഥതയാണ്, അത്രയുള്ളൂ. ഭരണവർഗം എന്ന് പറയുന്ന വെറും വൃത്തികെട്ട വർഗം, അവരെ ഒന്നും പറയാനില്ല. ഒരു കമന്റ് കണ്ടിരുന്നു, ഹിന്ദു കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്ന്. കമന്റിൽ കൂടെ ഇട്ട ആ നാറി തീട്ടത്തിന് ഞാൻ അന്വേഷിച്ച് വീട്ടിൽ വന്ന് പൊട്ടിച്ച് ഞാൻ തീർക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിനകത്ത് മതം കുത്തിച്ചേർക്കരുത്, ഇതിനകത്ത് മതം കുത്തിക്കയറ്റാനായിട്ട് എൻ്റെ ടൈം ലൈനിൽ വരരുത്, ഞാൻ പറഞ്ഞേക്കാം. അതേപോലെ ഷെഫീന ബീവി എന്ന പേര് കണ്ടിട്ട് ഫിറോസ് കുന്നൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. NGO ഞാൻ ഇന്നുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ മതം വേർതിരിച്ച് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ഇല്ലാതാക്കാനായിട്ട് ഏത് നാറി മുറിയേണ്ടി വന്നാലും ഇറങ്ങി പൊയ്ക്കോണം, മനസ്സിലായല്ലോ? ആ കളി ഇവിടെ എടുക്കത്തില്ല, അതിവിടെ ഏക്കില്ല എന്നാ പറഞ്ഞു വന്നത്. ഇതെല്ലാം ഇതിനകത്തുമുണ്ട്. ഈ സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഇടയ്ക്ക് മതം കുത്തി തിരിക്കൊണ്ടുവന്ന് ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് പോലും തിരിയത്തില്ല. അത് മനസ്സിലാക്കിക്കോ. കാസിമായാലും ഏത് വാഴയായിരുന്നാലും. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 10 പേരിലേക്ക് ഇത് ഇട്ടിട്ട് പ്ലീസ് ഇത് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ #, ഇട്ടിട്ട് പോലീസ്, അടൂർ പോലീസ്, അങ്ങനെ നിങ്ങൾ തന്നെ ഇടുക. അപ്പം എനിക്കത് എൻ്റെ ഇതിനകത്ത് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ തന്നെ ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോയിക്കോളും. CWC എന്നുള്ളത് ഒരുപാട് പേര് ഇടുമ്പം അത്രയും ആൾക്കാരുടെ അറ്റൻഷൻ CWCയിലേക്ക് പോകും. അപ്പം നിങ്ങളത് ചെയ്യുക. സ്റ്റേറ്റ് CWCയും അതേപോലെ അങ്ങനെ അത് അനുബന്ധമായി ചെയ്യുക. വിമൻസ് കമ്മീഷനെ ടാഗ് ചെയ്യുക. ഇതൊന്നും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ധാരാളം ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ടാകും. അതായത് #, ഇട്ടിട്ട് ഈ പറയുന്ന അധികാരവർഗം ഏത് ഇതാണോ, പത്തനംതിട്ട പോലീസോ അടൂർ പോലീസോ, നിങ്ങൾക്ക് ചെയ്യാം. അത് കമൻസിലാകുമ്പോൾ എനിക്ക് വേറെ ട്രബിളൊന്നും വരത്തില്ല. പ്ലീസ് സപ്പോർട്ട് മീ. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദിനം പ്രതി കുറേയധികം കുട്ടികൾ ധൈര്യസമേതം വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വന്ന് കക്ഷി ചേരുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആകും. 8 പേരെ വെച്ചൊന്നും ചെയ്യാനാകത്തില്ലെന്ന് മനസ്സിലാക്കുക. കൂടുതൽ കുഞ്ഞുങ്ങൾ വരട്ടെ ധൈര്യമായിട്ട്. പലരും ഭയന്ന് മാറിയിരിക്കുകയാണ്. ധൈര്യസമേതം വരും. നിങ്ങൾക്കൊപ്പം ഞാനുണ്ടെന്നാണ് പറഞ്ഞത്. അത് എൻ്റെ ഒരു രീതി നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജീവൻ കളഞ്ഞും കൂടെ നിൽക്കും. നിങ്ങൾ തിരിച്ച് തല്ലിയാൽ പോലും മൗനമായി അത് ഏറ്റുവാങ്ങുന്നതിനപ്പുറം വിട്ടുകൊടുക്കത്തില്ല എന്ന് വാക്കു പറയുന്നു. പ്ലീസ് ഓപ്പൺ അപ്പ് യുവർ മൗത്ത്. ഈ പറയുന്ന രീതിയിൽ ഇനിയും കുഞ്ഞുങ്ങൾ അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേസ് വന്നാൽ വരട്ടെ, ഫേസ് ചെയ്യും. അത്രയേ ഉള്ളൂ. നന്ദി.